പീപ്പിൾ ടി വി പുറത്തു കൊണ്ടുവന്ന സോളാർ തട്ടിപ്പ് ഇപ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണ്. ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ കോഴിക്കോട് റീജിയണൽ ചീഫ് PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഒരുപക്ഷെ ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വിഷയം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ളത് തന്നെയാണ് ഈ തട്ടിപ്പ് എന്നതായിരുന്നു. അത് നിരാകരിക്കാനായി, അത് മറച്ചുവെക്കാനായി പല നടപടികളും ഉണ്ടായി. PA പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടവരെ മാത്രം പഴിചാരി മുഖം രക്ഷിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത്തരത്തിൽ ഓരോ ഘട്ടത്തിലും തൻ്റെ ഭാഗം സേഫ് ആക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ ഒരു വിഷയം കേരളത്തിലെ ഇടതുപക്ഷമായാലും പ്രതിപക്ഷമായാലും മറ്റു പാർട്ടികളായാലും അല്ലാതെ സംഘടനകളായാലും ഒക്കെ ഈ വിഷയം ഏറ്റുപിടിക്കുമ്പോഴും തൻ്റെ മുഖം രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മൂടുപടമാണ് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റിയ വ്യക്തി തന്നെ സരിത തന്നെ മൊഴി നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പണം നൽകി, മുഖ്യമന്ത്രി ആണ് ഇതിൽ പൂർണ്ണമായും ഇൻവോൾവ് ആയിട്ടുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ. കുട്ടൻ, സൗമ്യ, തീർച്ചയായും 2012 ജൂൺ 11-ാം തീയതിയാണ് കൈരളി പീപ്പിൾ TV കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുന്ന ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. അന്ന് സരിതയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ, സരിത ഭരണരംഗത്തും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുമായും മുഖ്യമന്ത്രിയുമായും നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോൾ ചെയ്തതിൻ്റെ വിശദാംശങ്ങളാണ് രേഖകൾ സഹിതം പീപ്പിൾ TV പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിരന്തരം സരിതയെ വിളിച്ചതിൻ്റെ വിശദാംശങ്ങൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത അനുചരനും അന്നത്തെ പേഴ്സണൽ PA-യുമായിരുന്ന ജോപ്പൻ, അതുപോലെ തന്നെ മറ്റൊരു പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ജിക്കുമോൻ, ഗൺമാൻ സലിം രാജ്, അതുപോലെ തന്നെ ദില്ലിയിലെ സഹായി തോമസ് കുരുവിള എന്നിങ്ങനെ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ആൾക്കാരുമായി നിരന്തരം സരിത സമ്പർക്കം പുലർത്തിയതിൻ്റെ ഫോൺ കോൾ വിശദാംശങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പീപ്പിൾ TV പുറത്തുവിട്ടത്. അന്ന് തന്നെ ആ സമയത്ത് തന്നെ ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, അതായത് കണ്ണൂർ, തലശ്ശേരി മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലായി വിവിധ ആൾക്കാരിൽ നിന്നും സോളാർ പാനൽ സ്ഥാപിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് സരിതയും കൂട്ടരും നടത്തിയിരുന്നത്. അന്നത്തെ ഗവൺമെൻറ് ചീഫ് വിപ്പായിരുന്ന PC ജോർജ് പറഞ്ഞത് ഇത് 10,000 കോടി രൂപയുടെ തട്ടിപ്പാണ് എന്നാണ്. ഈ തട്ടിപ്പിനൊക്കെ കുടപിടിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയെ മാറി എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ആ ഘട്ടത്തിൽ പീപ്പിൾ TV പുറത്തുവിട്ടത്. പിന്നീട് സരിതയുമായി ബന്ധപ്പെട്ട ഈ സോളാറുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും വാർത്തകളും പീപ്പിൾ TV തന്നെ പുറത്തു കൊണ്ടുവരികയുണ്ടായി. മല്ലയിൽ ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തൽ, TC മാത്യുവിൻ്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വലിയ വാർത്തകൾ പുറത്തു വന്നു. അതിനുശേഷം സരിതയും മുഖ്യമന്ത്രിയും വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്ന ഫോട്ടോ അടക്കം പീപ്പിൾ TV പുറത്തുവിടുകയും ചെയ്തു. ഇത്തരത്തിൽ ഭരണതലത്തിലെ ഏതാണ്ട് ഭൂരിഭാഗം മന്ത്രിമാരും നിരവധി MLA-മാരും കോൺഗ്രസിൻ്റെ UDF-ലെ പ്രമുഖരായ നേതാക്കളെല്ലാം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടു എന്നതിൻ്റെ വളരെ കൃത്യമായ വിവരങ്ങൾ പിന്നീടുള്ള ഘട്ടങ്ങളിൽ വന്നു. എന്നാൽ ആ ഘട്ടത്തിലെല്ലാം താൻ നിരപരാധിയാണെന്നും തനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല എന്ന ഒരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്നത്. ജോപ്പൻ തെറ്റുകാരനാണെങ്കിൽ ജോപ്പനെ പുറത്താക്കി, ജിക്കുമോനെ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കി, സലിം രാജിനെ പുറത്താക്കി എന്നടക്കമുള്ള കാരണങ്ങൾ നിരത്തിക്കൊണ്ട് താൻ നിരപരാധിയാണ് എന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ, സരിത വിളിച്ചിരുന്ന സമയങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ കൂടെ ജോപ്പനും ജിക്കുമോനും തോമസ് കുരുവിളയും ഒക്കെ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് സരിത ഇവരുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നത്. എന്നാൽ ഇതെല്ലാം വളരെ കൃത്യമായ രീതിയിൽ നിഷേധിക്കാനായിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നത്. വലിയ സമരങ്ങൾ കേരളത്തിൽ വന്നപ്പോഴും നിയമസഭയിൽ ഈ വിഷയം വലിയ ചർച്ചയായപ്പോഴുമൊക്കെ താൻ ഇതിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന, താൻ എല്ലാ പൗരന്മാരെയും കാണുന്നത് പോലെ സരിതയും കണ്ടിട്ടുണ്ടാകുമെന്ന തരത്തിലുള്ള വളരെ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷനിലടക്കം അത്തരമൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. എന്നാൽ ഈ കേസിലെ പ്രധാന തട്ടിപ്പ് നടത്തിയ സരിതാ നായർ തന്നെ ഇപ്പോൾ വളരെ വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ തുക, കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ആൾക്കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ പദ്ധതിക്ക് സഹായിക്കുന്നതിന് വേണ്ടി കോഴ ആവശ്യപ്പെട്ടുന്ന തരത്തിലുള്ള വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ സരിത ഇപ്പോൾ സോളാർ കമ്മീഷൻ നടത്തിയിരിക്കുന്നു. ഇതെല്ലാം പീപ്പിൾ TV നൽകിയ വാർത്ത വളരെ ശരിയാണ്, വളരെ കൃത്യമായ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് സൗമ്യ.
എത്താം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് കൂടി ചേരുന്നുണ്ട്. ഒരുപക്ഷെ രാജീവ്, ആദ്യം മുതൽക്കേ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നു. വലിയൊരു സുപ്രധാനമായ വാർത്തയായിരുന്നു. രാഷ്ട്രീയ കേരളത്തെ പോലും പിടിച്ചുലച്ച വാർത്ത. വലിയ പ്രതിഷേധം, സെക്രട്ടറിയേറ്റിന് പുറത്ത് സമരമടക്കമുള്ള, ഇടതുപക്ഷത്തിന്റെ സമരമടക്കമുള്ള വിഷയങ്ങൾ വന്നു. നിയമസഭയ്ക്കുള്ളിൽ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെയും മുഖ്യമന്ത്രി സ്വന്തം കസേര രക്ഷിക്കാനായി ശ്രമിക്കുന്ന ഒരു ശൈലിയാണ് കണ്ടത്. ഇപ്പോൾ ഈ സരിതയുടെ ഈ മൊഴി വരെ ഒരുപക്ഷെ സ്വമേധയായി നൽകിയ മൊഴി എന്ന രീതിയിൽ പോലും കാര്യങ്ങൾ എത്തിച്ചേരും. കാരണം കമ്മീഷന് മുൻപാകെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സരിത പറഞ്ഞത്. ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ട കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതല്ലേ ഈ സരിതയുടെ അക്കമിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഈ മൊഴി? സൗമ്യ, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പീപ്പിൾ TV ഈ വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ക്ലിഫ് ഹൗസുമായുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള രേഖകളാണ് നമ്മൾ പുറത്തുവിട്ടത്. എന്നാൽ ആ ഘട്ടം തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ വാർത്താ പരമ്പരകൾ എടുത്തു നോക്കിയാൽ തന്നെ ഈ തട്ടിപ്പ് സംഘത്തിന് മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ളവരോടും വല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഭവവികാസമാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. കാരണം സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനും സോളാർ കമ്പനിയുമായി മുന്നോട്ട് വരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സോളാർ നയത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ സംസ്ഥാനത്തൊട്ടാകെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനങ്ങൾ, ചില പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സോളാർ എനർജിയെക്കുറിച്ച് പറയുന്ന, അതിന്ന് സരിത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. മെഗാ പ്രൊജക്റ്റിന് വേണ്ടി ശ്രീധരൻ നായരുമായി താൻ സെക്രട്ടേറിയറ്റിൽ വെച്ച് ശ്രീധരൻ നായരുമായി മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ, മെഗാ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുമ്പോൾ, അതിനൊക്കെ ശേഷമുള്ള പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി സോളാറിനെ കുറിച്ച് വാചാലമാകുന്ന ഒരു സംഭവവികാസങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. ഇത് ഒക്കെ തന്നെ ബോധ്യപ്പെടുത്തുന്ന വലിയ ആസൂത്രണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ സരിത പറയുന്നത് പോലെ തന്നെ സരിത പറയുന്നത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ താനൊരു സംരംഭകയാണ്. ആ സംരംഭകയായ തന്നിൽ നിന്ന് സാമ്പത്തികവും ശാരീരികവുമായുള്ള ആനുകൂല്യം പറ്റി ജീവിക്കുന്ന ഒരു വിഭാഗം ഭരണവർഗം ഇവിടെ ഉടലെടുത്തു. അതിൻ്റെ ഭാഗമായാണ് സോളാർ തട്ടിപ്പ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ പ്രതി ബിജു രാധാകൃഷ്ണനോ സരിതയോ ഒന്നും ആകണമെന്നില്ല, നമ്മുടെ ഭരണത്തിലിരിക്കുന്നവർ തന്നെ ആകണം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ സരിത നടത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ സരിതയുമായി KPCC ജനറൽ സെക്രട്ടറി സംസാരിക്കുകയാണ്, തമ്പാനൂർ രവി. നമുക്കറിയാം, തിരുവനന്തപുരത്തുകാർക്കറിയാം, തെക്കൻ കേരളത്തിലെ എല്ലാവർക്കും അറിയാം, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ വലങ്കൈയാണ് തമ്പാനൂർ രവി. എന്താണ് തമ്പാനൂർ രവി പറയുന്നത്? ആദ്യം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മൊഴി പത്രങ്ങളിൽ വായിക്കാൻ, ഇത് വായിച്ച് പഠിച്ച് അതിനനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ 3 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്മീഷന് മുമ്പിൽ ആവർത്തിക്കുക. രണ്ടാമത്തെ കാര്യം, ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകൻ ക്രോസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം, ബിജു രാധാകൃഷ്ണൻ വലിയൊരു തെമ്മാടിയാണ് എന്ന് പറഞ്ഞു വെക്കുക. മൂന്നാമത്തെ കാര്യം, സരിത എഴുതിയ കത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ കത്ത് കൊടുക്കരുത്, ഒരു കാരണവശാലും കത്ത് കൊടുക്കരുത് എന്ന് സരിതയോട് പറയുക. അതായത് കമ്മീഷന് മുമ്പിലേക്ക് മൊഴി നൽകാൻ പോകുന്ന സരിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന തമ്പാനൂർ രവിയുടെ ഫോൺ സംഭാഷണമാണ് വന്നിട്ടുള്ളത്. ഇതുകൂടി വന്നൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തമ്പാനൂർ രവി സരിതയുമായി ഒരു അലിഖിതമായ അല്ലെങ്കിൽ അനൗദ്യോഗികമായ ഒരു ബന്ധമുണ്ടാക്കുകയും ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് സോളാർ കമ്മീഷനുള്ള മൊഴി തെറ്റിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സരിത മൊഴി അങ്ങനെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്നത്തെ മൊഴി കഴിഞ്ഞിരിക്കുന്നു. 10% മാത്രമാണ് താൻ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയും ബിജു രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉരസൽ വരുന്നത് തൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ മുഖ്യമന്ത്രി വളരെ ക്ഷീണിതനായി കാണപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ. പക്ഷേ MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ശ്രമിച്ചേക്കാം. കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള കലാപം ആണ് ഇനി മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രി രാജിവെക്കാനുള്ളൊരു സന്നദ്ധത പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ളൂ. സ്വമേധയെ രാജിവെക്കാൻ ഉമ്മൻചാണ്ടി എന്തായാലും തയ്യാറാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗമ്യ. യെസ്, കുട്ടൻ, ഒരു പക്ഷേ ഈ കേസ് പുറത്തു വന്ന ഘട്ടത്തിൽ അതുവരെയും അത്ര ശക്തമല്ലായിരുന്ന ബിജു രാധാകൃഷ്ണന്റെ ഭാര്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് കൂടുതൽ മുറുകുന്നു. ബിജു ശിക്ഷിക്കപ്പെടുന്ന ഘട്ടമുണ്ടാകുന്നു. സരിത കേന്ദ്രീകരിച്ചുള്ള സോളാർ തട്ടിപ്പ്
തട്ടിപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ പണമിടപാടുകളെല്ലാം പണം കൊടുത്ത് അവസാനിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിലും എവിടെയൊക്കെയോ പണം നൽകപ്പെട്ടിരിക്കുന്നു. പണം നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ സോൾവ് ചെയ്തു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഒപ്പം ആ വിധത്തിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയെ ലഘൂകരിക്കാൻ വേണ്ടി ഒരു ശ്രമം മനഃപൂർവ്വമായി പല ഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിനും അപ്പുറത്ത് നിന്നുകൊണ്ട് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേന്ദ്രീകരിച്ച് അതിൽ തന്നെ ഊന്നി കൂടുതൽ തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് മുന്നോട്ട് പോകാനുണ്ടായ നമ്മുടെ ന്യൂസ് ടീമിന്റെ ഒരു കോൺഫിഡൻസ് അതെന്തായിരുന്നു കുട്ടൻ? സൗമ്യ, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യ വിവരങ്ങൾ വരുന്ന ഘട്ടത്തിൽ വളരെ ആഡംബരമായ ജീവിതം നയിച്ചിരുന്ന രണ്ട് ഭാര്യ ദമ്പതികളാണ് ഇവർ രണ്ടുപേരും. അതായത് സരിതയുടെ പേര് അന്ന് ലക്ഷ്മി നായർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് സരിത ആണ് ആ പേര് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരൻ ഡോക്ടർ RV നായർ എന്ന് പറയുന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഈ വാർത്ത പുറത്തുവിട്ട ഉടൻ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ ഇതിൻ്റെ ഫോളോ അപ്പുകളുമായി പീപ്പിൾ ടിവിയെ ബന്ധപ്പെട്ടിരുന്നു, പീപ്പിൾ വാർത്താ സംഘത്തെ ബന്ധപ്പെട്ടിരുന്നു. കാരണം ഒരു തലശ്ശേരിയിലെ തട്ടിപ്പായിരുന്നു, അല്ലെങ്കിൽ പെരുമ്പാവൂരിലെ സാജിദിൻ്റെ തട്ടിപ്പിലായിരുന്നു ആദ്യത്തെ കേസെങ്കിൽ പിന്നീട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ രണ്ടുപേരും നടത്തിയ വലിയ തട്ടിപ്പുകൾ പുറത്തു വന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് ബിജു രാധാകൃഷ്ണൻ ഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസും പിന്നീട് വരുന്നത്. നേരത്തെ തന്നെ സരിതയുമായി ബന്ധം സ്ഥാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ രശ്മിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു ബിജു രാധാകൃഷ്ണൻ കൊലപ്പെടുത്തുന്നത്. അത്തരം വിവരങ്ങൾ പുറത്തു വരുന്നു. പിന്നീടാണ് സരിത അറസ്റ്റിലായി ഏതാണ്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ അറസ്റ്റിലാവുന്നത്. പിന്നീട് കേരളം കണ്ട ഈ വാർത്ത, അതായത് രാഷ്ട്രീയപരമായി കേരളത്തിലെ UDF സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഈ വാർത്തയെയും ഈ വാർത്തയിലെ പ്രധാന കഥാപാത്രമായ സരിത നായരെയും ഒരു മസാല രൂപത്തിൽ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പൊതു ചിത്രം വരികയും ഇതിൻ്റെ രാഷ്ട്രീയ മാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ചില നീക്കങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ സംഭവം സോളാർ തട്ടിപ്പും അതിലെ മുഖ്യമന്ത്രിയുടെ അനുചരന്മാരുടെയും ഇടപെടൽ സംബന്ധിച്ച വലിയ ഒരു സോഴ്സ് തന്നെ, ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായി പങ്കുണ്ട് എന്ന വലിയ സത്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഏതൊക്കെ സ്വാധീനം ചെലുത്തിയാലും അതൊക്കെ മറന്നേക്ക് ഒരു ദിവസം പുറത്തു വരും എന്നുള്ള ഒരു വിശ്വാസം പീപ്പിൾ ടി വി വാർത്താ സംഘത്തിനുണ്ടായിരുന്നു. അത് പിന്നീട് നമ്മുടെ കൺമുന്നിലൂടെ ആ സത്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തു. ജയിലിനുള്ളിൽ വെച്ച് ബിജു രാധാകൃഷ്ണനെയും മറുഭാഗത്ത് സരിതയെയും വലിയ രീതിയിലുള്ള സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. നമുക്കറിയാം വലിയ കത്ത് സരിത, നിരവധി പേജുകളുടെ കത്ത് സരിത ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിരുന്നു. ആ കത്ത് പുറത്തെത്തുമ്പോൾ 1, 2, 3 പേജിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് ആ കത്തിൽ പരാമർശിക്കപ്പെടുന്ന ആൾക്കാരുടെ പേരുകൾ പുറത്തു വന്ന ഒരു ഘട്ടമുണ്ടായി. അതേസമയത്ത് തന്നെ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൊഴി കൊടുക്കുന്നതിന് വേണ്ടി ബിജു രാധാകൃഷ്ണൻ പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് ഇന്നത്തെ UDF സർക്കാർ വളരെ വേണ്ടപ്പെട്ട പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് നിരവധി തവണ ആ ദിവസങ്ങളിൽ ഈ സോളാർ കമ്മീഷന് മുന്നിൽ ബിജു ഹാജരാകേണ്ടതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നിരവധി തവണ ബിജു രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു സോളാർ കമ്മീഷനിൽ ഇന്ന രീതിയിലായിരിക്കണം മൊഴി കൊടുക്കേണ്ടത് എന്നടക്കമുള്ള വിവരങ്ങൾ ബിജു രാധാകൃഷ്ണന് കൈമാറുകയും ചെയ്ത സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ആ ഒരു സ്വാധീനങ്ങളെല്ലാം അത്തരം സ്വാധീനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ടുപേരെയും തങ്ങളുടെ വരുതിയിലേക്ക് ആക്കി മാറ്റാനുള്ള ഈ ഭരണകൂട നേതൃത്വത്തിൻ്റെ എല്ലാ അത്തരം ചെയ്തികളെല്ലാം തന്നെ വിഫലമാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സരിത നായർ, ഒരുപക്ഷെ സരിത വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ സോളാർ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. സോളാർ കമ്മീഷൻ ഈ വിഷയം വളരെ ഗൗരവത്തോടു തന്നെ കാണേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇനിയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ സരിതയുടെ കയ്യിലുണ്ട്. നമുക്കറിയാം ഇന്ന് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മന്ത്രി ആര്യാടൻ മുഹമ്മദിൻ്റെയും പേരുകളാണ് സരിത പ്രധാനമായും പരാമർശിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ സരിതയുടെ കത്തിനകത്തും സരിത മറ്റു രീതിയിലും പുറത്തു പറഞ്ഞ നിരവധി പേരുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തന്നെ തീർച്ചയായും അടുത്ത ദിവസങ്ങളിലും സരിത സോളാർ കമ്മീഷൻ മുന്നാകെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും UDF സർക്കാരിൻ്റെ ഒരു വലിയ രാഷ്ട്രീയപരമായ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് വിലയിരുത്തേണ്ടി വരും. സൗമ്യ. തിരികെ എത്താം. ഇതിലേക്ക് തന്നെ പീപ്പിൾ TV പുറത്തുവിട്ട സോളാർ തട്ടിപ്പ് അതിന് പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ടുള്ള പങ്ക്, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല ഘട്ടത്തിലായി പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്നിരുന്നു. സരിതയുമായുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത പരിചയം, പക്ഷെ അതൊക്കെ നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. കഴിഞ്ഞ സോളാർ കമ്മീഷന്റെ മൊഴിയെടുക്കലിൽ പോലും മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയുണ്ടായി. പക്ഷേ അതെല്ലാം ശരിവെക്കുകയാണ് ഇന്നിപ്പോൾ സരിത നൽകിയിരിക്കുന്ന മൊഴി.